പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണവും ഡൽഹി സ്ഫോടനവും അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഡൽഹിയിലെ വായു മലിനീകരണം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പുതിയ തൊഴിൽ നയം, സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം തുടങ്ങിയവയും ചർച്ചയാകും. എം.ജി. മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, SIR ഇന്ന് വലിയ തരത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി SIR ചർച്ചയ്ക്ക് എടുത്തില്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാവും എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതോടൊപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാവുക ഇന്ന് പാർലമെന്റിൽ? ഭവ്യ, തീർച്ചയായും സ്വാഭാവികമായും ഈ വിഷയങ്ങളിലൊക്കെ സഭയുടെ അതായത് പാർലമെന്റിന്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ്, പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗ് ഇപ്പോൾ തുടരുകയാണ്. അതിൽ എല്ലാ കക്ഷികളും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ SIRുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് എടുക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ രീതിയിൽ മുൻകാലങ്ങളിൽ സഭ ഏറ്റവും ഒടുവിൽ ചേർന്നപ്പോഴും പാർലമെന്റിന്റെ ഇരു സഭകളിലും സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് വലിയ പ്രതിഷേധത്തിനായിരുന്നു. അതേ രീതിയിൽ തന്നെ ഇന്നും സമാനമായ പ്രതിഷേധത്തിന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. പാർലമെന്റ് ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ഇരു സഭകളിലും പ്രതിപക്ഷ MP-മാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകും. പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് അരങ്ങൊരുങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഏത് തരത്തിൽ സ്വീകരിക്കണം, ഒപ്പം തന്നെ അതിൻ്റെ ചർച്ചയുടെ ഭാഗമായി ആരൊക്കെ സംസാരിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഏതായാലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. 11 മണിക്ക് സഭ ആരംഭിക്കുമ്പോൾ വിഷയത്തിന്മേൽ ചർച്ചയ്ക്ക് എടുത്തില്ല എങ്കിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാണാനാവുകയും ചെയ്യും. നമുക്കറിയാം 14 ദിവസമാണ് ഈ സഭാ സമ്മേളനം, 15 ദിവസമാണ് സിറ്റിംഗ് ചേരുന്നത്. ഈ മാസം 19 വരെയാണ് സഭാ സമ്മേളനം ഉള്ളത്. ഈ 15 ദിവസങ്ങളിലായി ചേരുന്ന പാർലമെന്റ് ഇരുസഭകളിലുമായി ഏകദേശം പ്രധാനപ്പെട്ട 19ഓളം ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനായിട്ടുണ്ട്. ആ ബില്ലുകളിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്. അതൊക്കെ നിർണായക ചർച്ചകളിലൂടെ മാത്രമേ അത് പാസ്സാക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പ്രതിപക്ഷം സഹകരിച്ച് ഈ ഒരു സഭാ സമ്മേളനത്തിന് ഒരു തരത്തിലുമുള്ള വ്യക്തികൾ ഉണ്ടാക്കരുതെന്നുള്ള അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം ചേർന്ന ഓൾ പാർട്ടി മീറ്റിംഗിലടക്കം സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ചില സൂചനകൾ, ചില മുന്നറിയിപ്പുകൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. SIR, ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണം, ഡൽഹിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതിലൊക്കെ ഒരു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അത് കൃത്യമായി പാർലമെന്റിൽ പ്രത്യേക ചർച്ചകൾ നടത്തി അതിൽ കൃത്യമായ മറുപടികൾ നൽകണം ഈ വിഷയങ്ങളിലൊക്കെയാണ് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അതിന് സ്വാഭാവികമായും തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഷേധത്തിനായിരിക്കും ഇന്നും സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഭവ്യ, M.G. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.